सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. നമസ്കാരം. പാലാഴിയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ നമ്മൾ കർക്കടക മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും എന്തുകൊണ്ടാണ് ഈ മാസം രാമായണ മാസമായി ആചരിക്കുന്നതെന്നും സംസാരിച്ചു. ഇന്ന് നമുക്ക് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം തേടാം. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാമായണം ഇന്നും മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്? അതിനൊരു കാരണമേ ഉള്ളൂ. രാമായണം കാലത്തെ അതിജീവിച്ച ഒരു ജീവിത ദർശനമാണ്. രാമായണം തുടങ്ങുന്നത് ഒരു യുദ്ധത്തിലല്ല, ഒരു കുടുംബത്തിലാണ്. ഒരു അച്ഛൻ, 4 മക്കൾ, സ്നേഹവും വിശ്വാസവും നിറഞ്ഞൊരു രാജ്യം. ജീവിതവും അങ്ങനെയല്ലേ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് രാമായണം നമ്മെ ഇത്രയേറെ സ്പർശിക്കുന്നത്. ജീവിതത്തിൽ എല്ലാം നാം ആഗ്രഹിക്കുന്നത് പോലെ നടക്കാറില്ല. രാമനും രാജാവാകാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. രാജസിംഹാസനം വിട്ട് വനവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ രാമൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല, വിധിയെയും വെറുത്തില്ല. അദ്ദേഹം സാഹചര്യത്തെ അംഗീകരിച്ചു. ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതെ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം. അപ്പോൾ രാമായണം നമ്മോട് പറയുന്നത്, സാഹചര്യം നമ്മുടെ നിയന്ത്രണത്തിലില്ലായിരിക്കാം, പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ കൈകളിലാണ്. ഇന്ന് ലോകം വിജയത്തെക്കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. രാമായണം എന്നാൽ മൂല്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിജയത്തിന് മുമ്പ് സ്വഭാവം, അധികാരത്തിന് മുമ്പ് ഉത്തരവാദിത്വം, സമ്പത്തിനേക്കാൾ ധർമ്മം. അതാണ് രാമായണത്തിന്റെ സൗന്ദര്യം. ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാമന് ശക്തി ഉണ്ടായിരുന്നു, സൈന്യമുണ്ടായിരുന്നു, പക്ഷേ ഒരിക്കലും ശക്തി ദുരുപയോഗം ചെയ്തിട്ടില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമാണ്. വാക്കുകൾ കൊണ്ട് മനുഷ്യരെ വേദനിപ്പിക്കാൻ കഴിയും, അധികാരം കൊണ്ടും പണം കൊണ്ടും. പക്ഷേ യഥാർത്ഥ മഹത്വം ആ ശക്തി നിയന്ത്രിക്കുമ്പോഴാണ്. രാമായണത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഹനുമാൻ. അദ്ദേഹത്തിന് അളവറ്റ ശക്തി ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരിക്കലും അഹങ്കരിച്ചില്ല. അദ്ദേഹം എന്നും പറഞ്ഞത്, ഞാൻ സേവകനാണ്. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും നേതാവാകാനാണ് ആഗ്രഹം. പക്ഷേ നല്ലൊരു സേവകനാകാൻ പഠിച്ചവരാണ് യഥാർത്ഥ നേതാക്കൾ. ഒരു കുടുംബം സന്തോഷത്തോടെ നിലനിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? സ്നേഹം, പരസ്പര ബഹുമാനം, ത്യാഗം, ക്ഷമ. ഈ 4 രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഓരോ വീട്ടിലും രാമായണം വായിക്കാൻ നമ്മുടെ പൂർവികർ പറഞ്ഞത്. രാമായണം വായിക്കുമ്പോൾ ഒരിക്കലും തിടുക്കം കാണിക്കരുത്. ഓരോ സംഭവത്തിനും ഒരു സന്ദേശമുണ്ട്. ഓരോ കഥാപാത്രത്തിനും ഒരു പാഠമുണ്ട്. ഓരോ സംഭാഷണത്തിനും ഒരു അർത്ഥമുണ്ട്. അത് മനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് രാമായണ പാരായണം പൂർണ്ണമാകുന്നത്. ഇന്ന് നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത. രാമായണത്തിൽ നിങ്ങൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? രാമനെയോ, സീതയെയോ, ലക്ഷ്മണനെയോ, ഹനുമാനെയോ, അതോ ഭരതനെയോ? എന്തുകൊണ്ടാണ് ആ കഥാപാത്രം നിങ്ങളെ ആകർഷിക്കുന്നത്? താഴെ കമന്റിൽ എഴുതൂ. നിങ്ങളുടെ മറുപടികൾ വായിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ടാകും. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം. എന്തുകൊണ്ടാണ് ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നത്? ഒരു രാജാവ് എന്ന നിലയിലല്ല, ഒരു മകനായി, ഒരു സഹോദരനായി, ഒരു ഭർത്താവായി, ഒരു സുഹൃത്തായി, ഒരു മനുഷ്യനായി അദ്ദേഹം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? അതാണ് നാളത്തെ വിഷയം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഈ രാമായണ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും ധർമ്മബോധവും നിറയ്ക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നാളെ കാണാം. ജയ് ശ്രീരാം.
നന്ദി, നമസ്കാരം.